നമസ്കാരം. ഉദാരതയും ദൂരദർശിതയും ഈ രണ്ട് വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുമോ? പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ ചില ആഴമേറിയ ചിന്തകളിലേക്കാണ് നമ്മളിന്ന് കടന്നു ചെല്ലുന്നത്. ഈയൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മൾ നോക്കാൻ പോകുന്നത് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ ഉദാരതയും ദൂരദർശിതയും എന്ന ഹിന്ദി പുസ്തകത്തെക്കുറിച്ചാണ്. ഇതിലെ ചില ആശയങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടുകളെയും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ തന്നെയും എങ്ങനെയാണ് മാറ്റിമറിക്കാൻ സഹായിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? ഒന്നാലോചിച്ചു നോക്കൂ. നമുക്ക് ചുറ്റും ശത്രുക്കളെ ഉണ്ടാക്കുന്നു, നമ്മുടെ ലോകം തന്നെ ചെറുതായി പോകുന്നു. എന്തിനേറെ പുണ്യമായി നമ്മൾ കാണുന്ന കാര്യങ്ങൾ പോലും വഴക്കിനും കലഹത്തിനും കാരണമാകുന്നു. ഇതിനെല്ലാം പിന്നിൽ ഒരൊറ്റ കുഴപ്പമുണ്ട്. എന്തായിരിക്കുമത്? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം തേടിയാണ് നമ്മളിന്ന് പോകുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്: സങ്കുചിതമായൊരു മനസ്സ്. ശരിക്കും അതൊരു വിഷം പോലെയാണ്, എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം. അപ്പോ എന്താണ് ഈ സങ്കുചിത മനോഭാവം എന്ന് പറയുന്നത്? സിമ്പിളായി പറഞ്ഞാൽ, എപ്പോഴും സ്വന്തം കാര്യം മാത്രം നോക്കുക, മറ്റുള്ളവരെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെ എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ലെങ്കിൽ ഒരു സഹായവും ചെയ്യാതിരിക്കുക. ഇതൊരു തരം കച്ചവട മനോഭാവമാണ്. നമ്മളൊക്കെ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ? പക്ഷേ ഈ ഒരു സ്വഭാവം നമ്മളെ ഒറ്റപ്പെടുത്തി കളയും. ഈ കുറ്റം പറച്ചിലുണ്ടല്ലോ, അത് ശരിക്കും ഇരുതല മൂർച്ചയുള്ളൊരു വാള് പോലെയാ. അത് കേൾക്കുന്ന ആൾക്ക് മാത്രമല്ല മുറിയുന്നത്, പറയുന്ന നമുക്കും കൂടിയാണ്. നമ്മൾ എന്തിനാ സ്വയം മുറിവേൽപ്പിച്ച് ചുറ്റും ശത്രുക്കളെ ഉണ്ടാക്കുന്നത്, അല്ലേ? പ്രശസ്തനായ ചിന്തകരാണ് ഫ്രാൻസിസ് ബേക്കൺ. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയുമോ? മറ്റുള്ളവരിൽ എപ്പോഴും കുറ്റം കണ്ടുപിടിക്കുന്നത് ഒരു വലിയ രോഗമാണെന്ന്. അതിൽ നിന്ന് നമ്മളെല്ലാവരും രക്ഷപ്പെടണമെന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ ഈയൊരു സ്വഭാവം, ഈ രോഗം ഒരാളിൽ നിന്ന് സമൂഹത്തിലേക്ക് മൊത്തം പടർന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? അത് നമ്മൾക്കിടയിൽ കാണാൻ പറ്റാത്ത വലിയ മതിലുകൾ കെട്ടിപ്പോക്കും. നോക്കൂ, സങ്കുചിതമായ ഒരു മനസ്സിന് എന്തു പറ്റുന്നറിയോ? നമ്മുടെയൊക്കെ ഉള്ളില് ആ ഒരു ഉദാരതയില്ലേ, അതിങ്ങനെ ചുരുങ്ങി വരും. ആദ്യം നമ്മുടെ സഹായം സ്വന്തം കുടുംബത്തിന് മാത്രം, പിന്നെ അത് കുറച്ചുകൂടി ചുരുങ്ങി നമ്മുടെ ജാതിയിലുള്ളവർക്ക് മാത്രം, പിന്നെ മതത്തിലേക്ക്, രാജ്യത്തിലേക്ക് അങ്ങനെ പോകും. ഏറ്റവും വലിയ തമാശ എന്താന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മളിത് ചെയ്യുന്നത് സ്നേഹം കൊണ്ടൊന്നുമല്ല, നാട്ടുകാരെ പേടിച്ച് ഒരു നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ സങ്കുചിത ചിന്തയുടെ ഏറ്റവും അപകടം പിടിച്ച ഒരു വശത്തെക്കുറിച്ചാണ്. അതായത്, വിശ്വാസം തന്നെ ഒരു കലഹത്തിന് കാരണമായി മാറുമ്പോൾ. സ്നേഹവും കരുണയുമൊക്കെ പഠിപ്പിക്കേണ്ട മതങ്ങൾ ഈ സങ്കുചിത ചിന്താഗതിയുള്ളവരുടെ കയ്യിൽ കിട്ടുമ്പോൾ എന്താ സംഭവിക്കുക? ചരിത്രം മുഴുവൻ അതിന് ഉദാഹരണങ്ങളാണ്. വൈദികരും ബൗദ്ധരും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ശൈവരും വൈഷ്ണവരും തമ്മിലുള്ള യുദ്ധങ്ങൾ, കാത്തലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും തമ്മിൽ എന്തിനാ ദൂരെ പോകുന്നത്? നമ്മുടെ നാട്ടിൽ തന്നെ നടന്ന ഹിന്ദു മുസ്ലിം ലഹളകൾ, എത്രയെത്ര ജീവനുകളാണ് പൊലിഞ്ഞുപോയത്. ശരിക്കും എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം ഒരൊറ്റ ചിന്തയിൽ നിന്നാണ്. എന്റെ മതം, എന്റെ രാജ്യം, എന്റെ ആൾക്കാർ, ഇതാണ് ഏറ്റവും വലുത്, ഏറ്റവും നല്ലത്. ഈയൊരു ചിന്തയില്ലേ, അത് മറ്റുള്ളവർക്ക് നേരെ ഉയർത്തുന്ന ഒരു വെല്ലുവിളിയാണ്. ഈയൊരു ഞങ്ങളാണ് വലുത് എന്ന ഭാവമാണ് ലോകത്തിലെ എല്ലാ വഴക്കുകളുടെയും അടിസ്ഥാന കാരണം. അപ്പോ ഇത്രയും നേരം നമ്മൾ ഈ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. പക്ഷേ ഇതിനൊരു പരിഹാരമില്ലേ? തീർച്ചയായും ഉണ്ട്. നമുക്ക് ആ ഉദാരമായ ഹൃദയത്തിന്റെ ജ്ഞാനത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഗോസ്വാമി തുളസിദാസ് എത്ര മനോഹരമായിട്ടാണ് ഇതിന്റെ പരിഹാരം പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കൂ. ഒരു സന്യാസിയുടെ സ്വഭാവം ശുദ്ധമായ പഞ്ഞി പോലെയാണത്രേ. മറ്റുള്ളവരുടെ കുറവുകൾ മറയ്ക്കാൻ വേണ്ടി സ്വയം വേദന സഹിക്കുന്ന പഞ്ഞി പോലെ. അല്ലാതെ അവരുടെ കുറവുകൾ നാട്ടുകാരുടെ മുന്നിൽ വിളിച്ചു പറയുകയല്ല ചെയ്യുന്നത്. ഇതിന് നല്ലൊരു ഉദാഹരണമാണ് നോഹയുടെ പുത്രന്മാരുടെ കഥ. അവരുടെ അച്ഛൻ നോഹ മദ്യപിച്ച് ബോധമില്ലാതെ നഗ്നനായി കിടക്കുന്നത് കണ്ടപ്പോൾ അവരിലെ രണ്ടുപേർ, ഷാമും യാഫേത്തും, അദ്ദേഹത്തെ കളിയാക്കിയില്ല. പകരം പുറംതിരിഞ്ഞു നടന്നു ചെന്ന് ഒരു തുണി കൊണ്ട് അദ്ദേഹത്തിന്റെ നഗ്നത മറച്ചു. മറ്റുള്ളവരുടെ കുറവുകളെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് എന്നതിന് ഇതിലും വലിയൊരു പാഠമുണ്ടോ? ഇതേ ആശയം തന്നെ ലോകത്തിലെ എല്ലാ വലിയ ചിന്താധാരകളിലും നമുക്ക് കാണാൻ പറ്റും. യേശുക്രിസ്തു പറഞ്ഞതും അതുതന്നെയാണ്. നിങ്ങളുടെ തെറ്റുകളെ ആരും വിധിക്കരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ തെറ്റുകളെയും വിധിക്കരുത്. വളരെ ലളിതം, അല്ലേ? വെറുതെ ഇങ്ങനെ തിയറി പറഞ്ഞിരുന്നാൽ പോരല്ലോ. ഈ പറഞ്ഞ ഉദാരതയും ദീർഘവീക്ഷണവുമൊക്കെ ജീവിതത്തിൽ കൊണ്ടുവന്ന് വിജയിച്ച ചില ആളുകളുടെ കഥകൾ കേൾക്കുന്നത് നമുക്കൊരു പ്രചോദനമാകും. നമുക്കതിലേക്ക് കടക്കാം.
ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ കഥ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ഭയങ്കര വിമർശകനായിരുന്നു. മറ്റുള്ളവരെ കളിയാക്കുന്നതിലും കുറ്റം പറയുന്നതിലുമായിരുന്നു സന്തോഷം. പക്ഷെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ സ്വഭാവം കൊണ്ട് തനിക്കൊരു പുരോഗതിയും ഉണ്ടാകാൻ പോകുന്നില്ലെന്നും. അപ്പൊ അദ്ദേഹം എന്തു ചെയ്തുവെന്നറിയുമോ? കുറ്റം പറയുന്നതിന് പകരം മറ്റുള്ളവരിലെ നല്ല കാര്യങ്ങൾ മാത്രം പറയാൻ തുടങ്ങി. ആ ഒരൊറ്റ മാറ്റം അത് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ശത്രുക്കൾക്ക് പകരം ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി, ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടി. ഇനി പറയാൻ പോകുന്നത് നമ്മുടെയെല്ലാം ഹൃദയത്തിൽ തൊടുന്ന ഒരു കഥയാണ്. ഹസ്രത്ത് ഇബ്രാഹിമിന്റെ കഥ. അദ്ദേഹത്തിനൊരു ശീലമുണ്ടായിരുന്നു, വീട്ടിൽ ഒരതിഥിയില്ലാതെ ഭക്ഷണം കഴിക്കില്ല. അങ്ങനൊരു ദിവസം, നല്ല മഴയുള്ളൊരു രാത്രി, ആരും വന്നില്ല. അപ്പൊ എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം. ദിവസം മുഴുവൻ അദ്ദേഹം കാത്തിരുന്നു, ആരും വന്നില്ല. വിശക്കുന്നുണ്ടെങ്കിലും പ്രതിജ്ഞ തെറ്റിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഒടുവിൽ വൈകുന്നേരം അദ്ദേഹം തന്നെ ഒരാളെ തേടിയിറങ്ങി. അപ്പോഴുണ്ട് വഴിയരികിൽ തണുത്ത് വിറച്ചു നിൽക്കുന്നൊരു വയസ്സായ മനുഷ്യൻ. ഇബ്രാഹിം അദ്ദേഹത്തെ സ്നേഹത്തോടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, ഭക്ഷണം കൊടുത്തു. പക്ഷേ ആ മനുഷ്യൻ ദൈവത്തിന് നന്ദി പോലും പറയാതെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ഇബ്രാഹിമിന് ദേഷ്യം വന്നു. ഒരു വിഗ്രഹാരാധകന് എന്റെ വീട്ടിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇറക്കിവിട്ടു. അപ്പോഴാണ് ഒരു ദൈവീക ശബ്ദം അദ്ദേഹത്തോട് സംസാരിച്ചത്. ആ ദൈവിക ശബ്ദം ഇബ്രാഹിമിനോട് ചോദിച്ചത് ഇതാണ്: ഹേ ഇബ്രാഹിം, അവന്റെ വിശ്വാസങ്ങളും വഴികളും എന്തുമായിക്കൊള്ളട്ടെ, അവന്റെ ജീവിതകാലം മുഴുവൻ ഞാനവന് ഭക്ഷണം നൽകി. എന്നിട്ട് നിനക്ക് ഒരൊറ്റ രാത്രി പോലും അവനെ സഹിക്കാൻ കഴിഞ്ഞില്ലേ? ആ ചോദ്യത്തിനു മുന്നിൽ ഇബ്രാഹിം തകർന്നുപോയി. മതത്തിന്റെ പേരിലുള്ള നമ്മുടെ അഹങ്കാരം എത്ര ചെറുതാണെന്നും യഥാർത്ഥ ഔദാര്യം എത്ര വലുതാണെന്നും പഠിപ്പിക്കുന്ന ഒരു നിമിഷമായിരുന്നു അത്. അപ്പോൾ ഈ കഥകളിൽ നിന്നും ചിന്തകളിൽ നിന്നും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് എന്താണ് എടുക്കാനുള്ളത്? എന്താണിതിന്റെ എല്ലാം ഗുണപാഠം? യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് ആർക്കാണ് ദയ വേണ്ടത്, ആരാണ് സഹായം അർഹിക്കുന്നത് എന്നൊക്കെ അളന്നു തൂക്കി തീരുമാനിക്കുന്നതിലല്ല, മറിച്ച് അവരുടെ വഴികളോ വിശ്വാസങ്ങളോ ഒന്നും നോക്കാതെ എല്ലാവർക്കും അത് ഒരുപോലെ നൽകുന്നതിലാണ്. കാരണം ഓരോ മനുഷ്യനിലും ആ ദൈവികമായൊരു അംശമുണ്ട്. അത് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ അറിവ്. സങ്കുചിതമായ മനസ്സിന്റെ വിഷത്തിൽ നിന്ന് ഉദാരമായ ഒരു ഹൃദയത്തിന്റെ സൗഖ്യത്തിലേക്കുള്ള ഒരു യാത്രയാണിത്. നമുക്കും നമ്മുടെ ഹൃദയങ്ങളെ കുറച്ചുകൂടി വിശാലമാക്കാൻ ശ്രമിച്ചാലോ?